ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിന്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് 10th ജോഗ്രഫിയിലെ സെക്കൻഡ് ലെസൺ. ഏതാത്? ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ്, അഥവാ കാറ്റിൻ്റെ ഉറവിടം തേടി. ഓക്കെ, അപ്പോൾ ടീച്ചർ ഈ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. എക്സാം പോയിന്റിൽ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും സിംപ്ലിഫൈഡ് ഫോമിൽ ഈസി ആയിട്ട് നമ്മൾക്ക് പഠിക്കാവുന്ന രീതിയിലാണ് നോട്ട്സ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് റിവൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഈ ലെസണിൽ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ പഠിക്കാനുള്ളത്? വിൻഡ് എന്താണ്, കാറ്റ് എന്താണ്, ഈ കാറ്റുണ്ടാകാനുള്ള കാരണം എന്താണ്, കാറ്റും അറ്റ്മോസ്ഫിയർ പ്രഷറും എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ, ഇതൊക്കെയാണ് എന്തൊക്കെയാണ് ബന്ധം, അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കാറ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് എന്ത് പഠിക്കണം? യെസ്, വിൻഡ് എന്താണ് അല്ലെങ്കിൽ കാറ്റ് എന്താണെന്ന് പഠിക്കാം. നമുക്കറിയാം അല്ലേ, അറ്റ്മോസ്ഫിയർ സർഫസ് ഓഫ് എർത്തിൽ സൂര്യൻ്റെ ചൂടേറ്റ് എന്ത് സംഭവിക്കും? നല്ലതുപോലെ ചൂടാവും അല്ലേ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ ഈ ചൂടുള്ള വായു എന്ത് സംഭവിക്കും? മേളിലേക്ക് പോകും. ആ പ്ലേസിലേക്ക് ആര് വരും? നമ്മുടെ ചുറ്റുപാടുമുള്ള തണുത്ത വായു, ആ ചൂടുള്ള ആ സ്പേസിൽ വായു ചൂടായി മേളിലേക്ക് റൈസസ് അപ്പ് ചെയ്തു. ആ പ്ലേസിലേക്ക് തണുത്ത വായു തള്ളിക്കയറും അല്ലേ? വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ആ തണുത്ത വായു വീണ്ടും ചൂടായി മേളിലേക്ക് പോകും. വീണ്ടും ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ എന്ത് പറയാൻ നമുക്ക്? കാറ്റ് അല്ലെങ്കിൽ വിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യെസ്, മൂവ്മെന്റ് ഓഫ് എയർ ഈസ് കോൾഡ് വിൻഡ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ കാറ്റുണ്ടാവാനുള്ള കാരണം. അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഒന്ന് നോക്കാം നമുക്ക്. എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? യെസ്, ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. നമ്മുടെ ചുറ്റുപാടുമുള്ള എയറിൻ്റെ, അന്തരീക്ഷത്തിലുള്ള എയറിൻ്റെ ഒരു മർദ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുക. ഇനി നോക്കി, ദ വേരിയേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ദ ബേസിക് റീസൺ ഫോർ വിൻഡ്. ഓക്കെ, വിൻഡിനൊരു അടിസ്ഥാന കാരണം എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് അല്ലേ? അറ്റ്മോസ്ഫിയർ പ്രഷറിനുണ്ടാവുന്ന ഒരു വ്യതിയാനം അല്ലെങ്കിൽ വേരിയേഷൻ ആണ് എന്തുണ്ടാവാനായിട്ട് കാരണം? വിൻഡ് ഉണ്ടാവാൻ കാരണം. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാം അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം എന്താണ്, അവയുടെ യൂണിറ്റ് എന്താണെന്നൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷേർഡ് യൂസിങ് ഇൻസ്ട്രുമെന്റ് കോൾഡ് എന്താ? മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ രസബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. രസബാരോമീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. മില്ലി ബാർ ആൻഡ് ഹെക്ടോ പാസ്കൽ. രണ്ട് യൂണിറ്റ് ഉണ്ട്. മില്ലി ബാർ ഡിനോട്ട് ചെയ്യുന്നത് MB ആണ്. ആൻഡ് ഹെക്ടോ പാസ്കൽ സിംപ്ലിഫൈഡ് ഡിനോട്ട് ചെയ്യുന്നത് HPA. ഓക്കെ, ഡിനോട്ട് ചെയ്യുന്നത് HPA ആണ്. അതുപോലെ തന്നെ ആവറേജ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി, അതായത് മെർക്കുറി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്രയായിരിക്കും? 76 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തിലെ ആവറേജ് പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1013.2 ആണ്. ഓക്കെ, അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലി ബാർ, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റോടെ നമ്മൾ പഠിച്ചു. ഏതാത്? ഹെക്ടോ പാസ്കൽ ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുക. ഇവിടെ രണ്ട് പ്ലേസ് ഉണ്ട് അല്ലേ? എയും ബിയും ഉണ്ട്. ഏതിലാ ഉയർന്ന പ്ലേസ് ഏതാ? ഓക്കെ, എ ആണ് ഉയർന്ന പ്ലേസ്. അപ്പോൾ ഉയരത്തിലേക്ക് കൂടുന്തോറും ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. AB എന്ന രണ്ട് സ്ഥലങ്ങൾ കണ്ടല്ലോ, ഇതിൽ ഏത് സ്ഥലത്തായിരിക്കും വായുമർദ്ദം കൂടുതലായിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഓക്കെ, എവിടെയായിരിക്കും? നമ്മൾ മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. കാരണം എന്താ? ഉയരത്തിലേക്ക് പോകുന്തോറും വായു കുറവാണ് അല്ലേ?
അപ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ ഇവിടെ എവിടെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവ്? യെസ്, എയിലായിരിക്കും. അന്തരീക്ഷ മർദ്ദം കുറവ് വരുന്നത് എയിലായിരിക്കും. കാരണം എന്താ? അവിടെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം കൂടുതലാണ്. നമ്മൾ ഒരു പ്രദേശത്തെ ഉയരം കണക്കാക്കുന്നത് എങ്ങനെയാണ്? സീ ലെവലിൽ നിന്നാണ് ആ പ്രദേശത്തെ ഉയരം എത്രയാണെന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറേ ഫാക്ടേഴ്സ് that depends on atmospheric pressure. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഫസ്റ്റ് പോയിന്റ് എന്താ? ഓൾട്ടിറ്റ്യൂഡാണ്. ഓക്കെ, ഉയരവും അന്തരീക്ഷ മർദ്ദവും. ഓൾട്ടിറ്റ്യൂഡ് ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ, ഉയരത്തെയാണ് എന്ത് പറയുക? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, എന്താ സംഭവിക്കുക? അറ്റ്മോസ്ഫിയറിക് ഉയരം കൂടുന്തോറും, നമ്മൾ മോഹൻലാലിൻ്റെ ഒരു പരസ്യം കേട്ടിട്ടുണ്ട് അല്ലേ? ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരും. ക്ലിയർ ആയല്ലോ? എന്തുകൊണ്ടാ? ഉയരം കൂടുന്തോറും നമുക്കറിയാം വായുവിൻ്റെ റേറ്റ് കുറവായിരിക്കും അല്ലേ? എയർ കുറവായിരിക്കും. അപ്പോൾ യൂഷ്വലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. പ്രഷർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് 1 millibar. യൂഷ്വലി പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയാ? 1 millibar ആണ്. millibar പെർ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 10 meters. ഓക്കെ, അതായത് എബൌട്ട് എത്ര മീറ്റർ ഡിഫറൻസ് വരും? 10 meters-ലാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. As one goes up, there is a decrease in atmospheric pressure due to rarefication of air with the altitude. അതായത് നമ്മൾ മുകളിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നതിൻ്റെ കാരണം എന്താ? യെസ്, എയർ കുറയുന്നത് കൊണ്ടാണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Why do mountaineers carry oxygen cylinders? എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടേഴ്സ് ക്യാരി ചെയ്യുന്നത്? എന്തുകൊണ്ടാ? മൗണ്ടനേഴ്സ് എങ്ങോട്ടാ പോകുന്നത്? താഴേട്ടാണോ? അല്ല അല്ലേ, മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? യെസ്, അറ്റ്മോസ്ഫിയറിക് എയർ കുറഞ്ഞു വരും. അപ്പോൾ യൂഷ്വലി എന്തിനും കാരണമാണ്? യെസ്, പ്രഷർ, അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, എന്ത് പറയാം? ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. AP ടീച്ചർ ഷോർട്ട് ഫോം എഴുതി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ഇനി ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞാലോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. നേരെ വിപരീത അനുപാതത്തിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കുക. പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. മക്കൾ 10th ടൂറൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ടൂറൊക്കെ പോയിട്ട് ഇങ്ങനെ ഉയർന്ന പ്ലേസ്, അതുപോലെ പൊന്മുടി, മൂന്നാർ, ഊട്ടി ഇവയൊക്കെ നിങ്ങൾ ടൂർ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ പോയിട്ടുണ്ടാവും. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഉയരത്തേക്ക് പോകുമ്പോൾ ചെവി അടയുന്നത് പോലെ നമുക്ക് തോന്നും. എന്തായിരിക്കും കാരണം? ഇപ്പൊ പഠിച്ചത് തന്നെ. എന്താ? ഉയരം കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുക? നമുക്ക് ചെവി അടയുന്ന ആ ഫീലിങ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെയും ആ ഒരു റിലേഷൻ ഓർത്തിരുന്നാൽ മതി. എന്ത്? ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം എന്തിന് വിപരീത അനുപാതത്തിലാണ്? യെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തില് വിപരീത അനുപാതത്തിലാണ്. അർത്ഥം എന്താ മക്കളെ? ഒന്ന് കൂടുമ്പോൾ ഒന്ന് താഴും അല്ലെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അതാണ്. വൺ ഫാക്ടർ ഇൻക്രീസസ്, അതർ ഫാക്ടർ വിൽ ഡിക്രീസസ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സെക്കൻഡ് ഫാക്ടർ നോക്കാം. ഓക്കെ,
അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടർ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപം. ഓക്കെ, ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്, അടുത്ത പേന എടുക്കട്ടെ കേട്ടോ. Atmospheric pressure decreases as the temperature increases. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. എന്തിന്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ഓക്കെ, ഇവിടെയും നമുക്ക് കാണാം ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒരു ഫാക്ടർ കൂടുമ്പോൾ അടുത്ത ഫാക്ടർ കുറയും. ഇനി ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇപ്പം നമ്മൾ ആദ്യത്തെ കേസ് പോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ഇനി ടെമ്പറേച്ചർ കുറഞ്ഞാലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. ഓക്കെ, വിപരീത അനുപാതത്തിലാണ് ഇവ രണ്ടും. ഇനി നോക്കിക്കേ, ഇവിടെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? നോക്കിയേ, ഒന്ന് ഡേ ടൈമിൽ ഇവിടെ സൂര്യനെ കാണാം, ഇവിടെ ചന്ദ്രനാണുള്ളത്. ഒന്ന് ഡേയിലും ഒന്ന് നൈറ്റിലും ആണ്. ഇനി നോക്കിയേ, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ സിറ്റുവേഷൻ ഓഫ് ലോ ആൻഡ് ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സ്യൂട്ടബിളി മാർക്ക് H ആൻഡ് L. നോക്കിക്കേ, ഈ രണ്ട് പിക്ചറിൽ എവിടെയായിരിക്കും കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ ഡേ ടൈം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ? ഡേ ടൈം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഡേ ടൈമിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. നൈറ്റ് വരുമ്പോഴോ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ നമ്മുടെ AP അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി. ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. താപം നേരെ വിപരീത അനുപാതം ആയിരിക്കും എന്തിനോട്? അന്തരീക്ഷ മർദ്ദത്തിലോട്. ഒരു ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? മറ്റേ ഫാക്ടർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തേർഡ് ഫാക്ടറും ലാസ്റ്റ് ഫാക്ടറും എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഹ്യൂമിഡിറ്റി. ഓക്കെ, എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആർദ്രത അല്ലേ? ആർദ്രതയും അന്തരീക്ഷ മർദ്ദത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഹ്യൂമിഡിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്താ ഹ്യൂമിഡിറ്റി? അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത. ഓക്കെ, ക്ലിയർ ആയല്ലോ ഹ്യൂമിഡിറ്റി? അപ്പൊ റെയിനി സീസണിലാണോ സമ്മർ സീസണിലാണോ ഹ്യൂമിഡിറ്റി കൂടുതൽ വരിക? അതെ, റെയിനി സീസണിലായിരിക്കും ഹ്യൂമിഡ് ആയിരിക്കുക അല്ലേ? അറ്റ്മോസ്ഫിയർ ഹ്യൂമിഡ് ആവുന്നത് റെയിനി സീസണിലാണ്. സമ്മർ സീസണിൽ അന്തരീക്ഷത്തിൽ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും. ഇനി ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇവിടെയും ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? വിപരീത അനുപാതത്തിലാണ്. മീൻസ് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? കുറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുമ്പോൾ ഹ്യൂമിഡിറ്റി കുറയും. ദാറ്റ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ ഹ്യൂമിഡിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞേ? യെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ 1/, ഫാക്ട് എഴുതണം. 1/, എന്തിനോട്? AP അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 മെയിൻ ഫാക്ടേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നുകൂടെ നമുക്കതൊന്ന് സമ്മപ്പ് ചെയ്യാം. ഏതൊക്കെയാണ് നമ്മൾ ആ 3 മെയിൻ ഫാക്ടേഴ്സ് പഠിച്ചത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? യെസ്, ഓൾട്ടിറ്റ്യൂഡ് ആയിരുന്നു അല്ലേ? അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വൺ ഓൾട്ടിറ്റ്യൂഡ്. സെക്കൻഡ് വൺ ഏതായിരുന്നു? ടെമ്പറേച്ചർ. ഷോർട്ട് ഫോം എഴുതിയെന്നേ ഉള്ളൂ. തേർഡ് വൺ എന്തായിരുന്നു? യെസ്, ഹ്യൂമിഡിറ്റി. ഈ 3 ഫാക്ടേഴ്സും എങ്ങനെയായിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അത് സിമ്പിൾ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ഷുവർ ആയിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും ഉണ്ടാവും എക്സാമിന്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നോക്കിയേ,
അറേബ്യൻ സീ, അതായത് കോസ്റ്റൽ ഏരിയയോട് അടുത്ത് കിടക്കുന്ന ഒരു പ്ലേസ് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ബി, പ്ലേസ് ബി, ഇവിടെ അധികം തണുത്ത കാറ്റ് അടിച്ച് ചെല്ലുന്നൊന്നുമില്ല. പക്ഷെ എയില് തണുത്ത കാറ്റായിരിക്കും കൂടുതൽ ചെല്ലുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ടു പ്ലേസ് അറ്റ് ദ സെയിം എലിവേഷൻ ആർ മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി, വിച്ച് ഓഫ് ദീസ് ഹാവ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതൽ എവിടെയായിരിക്കും? എയിലായിരിക്കും അല്ലേ. ഹ്യൂമിഡ് ഏതായിരിക്കും? എ ആണ്. എയിലായിരിക്കും ഹ്യൂമിഡിറ്റി കൂടുതൽ. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും എന്നാ പറഞ്ഞത്? യെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദീസ് ഹാവ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്നത് പ്ലേസ് എയിലായിരിക്കും. ഇവിടെ നോക്കിക്കേ, ലെസ് ഹ്യൂമിഡ് ആണ്. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ AP കൂടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒന്നുമില്ല. ഈ 3 ഫാക്ടേഴ്സ്, ഓൾട്ടിറ്റ്യൂഡ്, അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹ്യൂമിഡിറ്റി. വിപരീത അനുപാതത്തിലായിരിക്കും. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. നമുക്ക് എന്താണ് ഹൈ പ്രഷർ അല്ലെങ്കിൽ ലോ പ്രഷർ എന്താണെന്ന് നോക്കാം. എങ്ങനെയായിരിക്കും നമ്മൾ ഹൈ പ്രഷർ ലോ പ്രഷർ ഒക്കെ പറയുക? ഓക്കെ, നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രഷർ വേരിയേഷൻ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക? പ്രഷർ ഹൈ ആണോ, മർദ്ദം കൂടുതലാണോ, മർദ്ദം കുറവാണോ എന്നൊക്കെ പറയുക അല്ലേ. ഇഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓഫ് ആൻ ഏരിയ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ് റീജിയൻ, ഇറ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് എന്ത് പറയാം? ഹൈ പ്രഷർ. അതായത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദം അഥവാ ഹൈ പ്രഷർ എന്ന് പറയാം. അതുപോലെ തന്നെ ചുറ്റുപാടുകളെ കേന്ദ്രീകരിച്ച് അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ എന്ത് നമ്മൾ പറയും? ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ഓർത്തിരുന്നോളാം. അടുത്ത ടോപ്പിക്കിലേക്ക് ഈ 2 പോയിന്റ്സും ആവശ്യമാണ്. ഏതൊക്കെയാണ്? ഹൈ പ്രഷറും ലോ പ്രഷറും. മാറിപ്പോവരുത്. ഹൈ പ്രഷർ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഹൈ പ്രഷർ, ആ വാക്കിൽ തന്നെ ഉണ്ട് പ്രഷർ കൂടുതലായിരിക്കും അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹൈ പ്രഷർ എന്നും. ഒരു ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് എന്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെങ്കിൽ അതിനെ ലോ പ്രഷർ എന്നും അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്നും പറയുന്നു. ഓക്കെ, നോക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഐസോബാസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പോയിന്റ് പഠിച്ചിരുന്നു. എന്താ? ഐസോതേം. ഐസോ മീൻസ് വാട്ട്? സെയിം. തേം മീൻസ് ടെമ്പറേച്ചർ. അതായത് ചില പ്രദേശത്ത് സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന് എന്ത് പറയും? ഐസോതേം എന്ന് പറയും. ഐസോ ബാർ എന്ന് പറഞ്ഞാലോ? ബാർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക? പ്രഷർ ആണ് അല്ലേ. ഐസോ സെയിം. ഐസോ ബാർ സെയിം പ്രഷർ ആണെങ്കിൽ ഐസോ ബാർ എന്താന്ന് നോക്കാം. The imaginary line joining places having same atmospheric pressure. ഓക്കെ, ഒരേ അന്തരീക്ഷമർദ്ദത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖകൾക്കാണ് എന്ത് പറയുക? ഐസോബാസ് എന്ന് പറയുക. അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമ്മർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാസ് എന്ന് പറയുന്നത്. നമുക്കത് സിമ്പിളായിട്ട് പഠിക്കാം. ഇതിപ്പോൾ ഇന്ത്യയുടെ ഒരു പോർഷനാണ് ടീച്ചർ വരച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ കുറേ ഐസോബാസ് ടീച്ചർ വരയ്ക്കുകയാണ്. ഓക്കെ, അതിൽ ദർ ഈസ് 10 MB 10 millibar, 20 MB 20 millibar, 30 MB 30 millibar, then 40 MB. അപ്പോൾ എന്താ ഈ ഐസോബാസ് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. അതായത് ഒരേ സ്ഥലത്ത് ഉള്ളൊരു സാങ്കല്പിക രേഖയാണ്. ഒരേ സ്ഥലത്തെ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ എന്ത് പറയുക? ഐസോബാസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു പ്രദേശത്തെ ഈ ഇമാജിനറി ലൈനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സാങ്കല്പിക രേഖകളെ എടുക്കുകയാണെങ്കിൽ എല്ലാ പോയിന്റിലും എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് തന്നെയായിരിക്കും? എല്ലാ പോയിന്റിലും 10 MB ആയിരിക്കും. ഇനി നമ്മൾ ഇതെടുത്ത് നോക്കൂ. 40 MB 40 millibarൽ
ഏത് പൊസിഷൻ എടുത്താലും ഈ ഇമാജിനറി ലൈൻ ഇങ്ങനെ ഈ സാങ്കല്പിക രേഖ ഇങ്ങനെ യോജിപ്പിക്കുന്ന ഏതൊരു പൊസിഷൻ എടുത്താലും അവിടെ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയായിരിക്കും? 40 MPa ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോബാസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇമാജിനറി ലൈൻ, ഇതൊക്കെ എന്താണ്? ഒരു സാങ്കല്പിക രേഖയാണ്. ജോയിനിങ് പ്ലേസസ് ഹാവിങ് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ പ്ലേസിലെല്ലാം സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇവിടെ എല്ലാം സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇവയാണ് നമ്മൾ എന്ത് പറയുക? ഐസോബാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതായി നമുക്ക് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ. ഈ ഒരു ടോപ്പിക് എപ്പോഴും ആനുവൽ എക്സാമിന് എസ്സേ ആയിട്ട് ചോദിക്കുന്ന 6 അല്ലെങ്കിൽ 8 മാർക്കിന് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. നല്ലതുപോലെ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രഷർ ബെൽറ്റ് ഉണ്ടാവാൻ കാരണം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മോർ ഓർ ലെസ് സെയിം ബിറ്റ്വീൻ സർട്ടൻ ലാറ്റിറ്റ്യൂഡ്. അതായത് അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരുപോലെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലേ? സർഫസ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്. എർത്ത് സർഫസിനെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ബേസിസിൽ ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എത്ര ബെൽറ്റാണ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൽ 7 പ്രഷർ ബെൽറ്റാണ് ഉള്ളത്. അത് മറന്നു പോകാതെ പഠിക്കണം. എത്രയാ? 7 പ്രഷർ ബെൽറ്റ്. ഓക്കെ. And the various pressure belt on the earth surface are known as global pressure belt. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എർത്ത് സർഫസിന് എത്ര പ്രഷർ ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 7. ഈ ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റിനെ എന്തും പറയാം? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് കൂടി പറയാം. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കിക്കുക. പ്രഷർ ബെൽറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്ട്രീം മിഡിലിൽ എന്തുള്ളത്? യെസ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഇവിടെ നോക്കുക, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇവിടെ നോക്കുക, അതിന് മലയാളം എങ്ങനെ പറയാം? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇവിടെ എത്ര ക്ലിയർ അല്ല എന്നുകൊണ്ട് വായിക്കാൻ ടീച്ചർ ഒന്ന് എഴുതാം. മധ്യരേഖ, ഒരു മിനിറ്റ് കേട്ടോ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ ഫസ്റ്റ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അഥവാ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. പിന്നെയോ യെസ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, അല്ലേ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ദെൻ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ബെൽറ്റ് 7 ബെൽറ്റ് ഉണ്ടെങ്കിലും ബാക്കി 3 സെയിം തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ താഴെയും എന്ത് തന്നെ വരുന്നുള്ളൂ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഇവിടെ നോക്കിയേ, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഇവിടെയും എന്ത് തന്നെയാ? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്, അല്ലേ? നോർത്തും സൗത്തും ആയിട്ടുള്ളതിന് സെയിം ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 7 ബെൽറ്റ് ഉണ്ടെങ്കിലും എത്ര എണ്ണം പഠിച്ചാൽ മതി? 4 എണ്ണം പഠിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഈ പിക്ചർ എസ്സേ എഴുതുമ്പോൾ ഈ ഫിഗർ വരയ്ക്കണം. ഈ ഫിഗർ നീറ്റായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തണം കേട്ടോ. മിഡിൽ എന്താ? ഇക്വറ്റോറിയൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. തൊട്ട് മേളിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, താഴെയും സെയിം തന്നെയാണ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതിൻ്റെ തൊട്ട് മുകളിലോ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഇവിടെയും അത് തന്നെയാണ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഉപധ്രുവീയ ലോ പ്രഷർ വരുമ്പോൾ ന്യൂനമർദ്ദ മേഖല. ഇവിടെയോ
യെസ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇവിടെയും അത് തന്നെയാണ് അല്ലേ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, അപ്പോൾ ടോട്ടൽ ബെൽറ്റ്, പ്രഷർ ബെൽറ്റ് 7 ആണ്. പഠിക്കേണ്ടത് 4 മാത്രം, ബാക്കിയെല്ലാം സെയിം റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, എന്താ? വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ എന്താ സംഭവിക്കുക? വർഷം മുഴുവൻ ടെമ്പറേച്ചർ പതിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ടെമ്പറേച്ചർ കൂടുതലാണല്ലോ ഇവിടെ. ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും? നമ്മൾ പഠിച്ചു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ AP കുറവായിരിക്കും. ഓക്കെ, ആ മെയിൻ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി എക്സാമിന്. ഇവിടെ നോക്കിക്കേ, ഇക്വറ്റോറിയൽ റീജിയനിൽ ത്രൂ ഔട്ട് ഇയർ അല്ലെങ്കിൽ വർഷം മുഴുവൻ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇക്വറ്റോറിയൽ റീജിയനെ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുക. ലോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അവിടെ പ്രഷർ, ലോ പ്രഷർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. അപ്പൊ റീസൺ പഠിച്ചിരിക്കണേ. ഇക്വറ്റോറിയൽ റീജിയനിൽ എന്തുകൊണ്ടാണ് ലോ പ്രഷർ ബെൽറ്റ് വരാൻ കാരണം? വർഷം മുഴുവൻ അവിടെ സൂര്യപ്രകാശം, അതായത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ എങ്ങനെയാ? ലംബമായി പതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ചൂടായ വായു എന്ത് സംഭവിക്കും? മുകളിലേക്ക് റൈസസ് അപ്പ് ചെയ്യും അല്ലേ? സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണമാകുന്നു. മെയിൻ വേറെ ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല മക്കൾ, ആ മെയിൻ പോയിന്റ്സ് ഓർത്താൽ മതി. ഇക്വറ്റോറിയൽ റീജിയൻ, വർഷം മുഴുവൻ നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നു, ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് സംഭവിക്കും? കുറവാണ്. അതുകൊണ്ടാണ് ഇക്വറ്റോറിയൽ റീജിയനിലെ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയനെ അഥവാ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ എന്തെന്നും പറയും? നീർവാത മേഖല അല്ലെങ്കിൽ അഥവാ ഡോൾഡ്രം എന്നും ഈ മർദ്ദമേഖലയെ പറയും. എന്തുകൊണ്ടാ? കാറ്റുകളില്ലാത്ത മേഖലയാണ്. ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോൾഡ്രം, മീനിങ് ദ സോൺ വിത്ത് നോ വിൻസ്. നമ്മൾ പഠിച്ചു അല്ലേ? ഇക്വറ്റോറിയൽ റീജിയനിൽ വർഷം മുഴുവൻ എന്താണ്? ചൂടാണ് അല്ലേ? ത്രൂ ഔട്ട് നമുക്ക് സൺറൈസ് കിട്ടുന്ന സ്ഥലമാണ് ഇക്വറ്റോറിയൽ റീജിയൻ അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു കൂൾ എയർ, ഹോട്ട് എയറിന്റെ ഡിഫറൻസ് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇവയെ എന്തെന്നറിയപ്പെടുന്നത്? നീർവാത മേഖല അഥവാ ഡോൾഡ്രം. അത് ഓർത്തിന്നോളണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്ന റീജിയൻ ഏതാ? ഇക്വറ്റോറിയൽ റീജിയൻ ആണ്. കാരണം എന്താ? ത്രൂ ഔട്ട് ഇയർ എന്താണ്? ചൂട് മാത്രമേ ഉള്ളൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് പ്രഷർ ബെൽറ്റ് ഏതാണ്? ഇപ്പൊ നമ്മൾ ഇക്വറ്റോറിയൽ ഫസ്റ്റ് വൺ പഠിച്ചു. സെക്കൻഡ് വൺ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ സംഭവിക്കുക? നമുക്ക് ടീച്ചർ ജസ്റ്റ് പിക്ചർ ഒന്നോടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഏതാ ഇപ്പോൾ പഠിച്ചത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ് പഠിച്ചത്. അതിൻ്റെ തൊട്ട് മുകളിലും താഴെയായിട്ടാണ് അടുത്ത പ്രഷർ ബെൽറ്റ്. ഏതാ? സബ് ട്രോപ്പിക്കൽ. ഇവിടെയാണ് നമ്മൾ എന്ത് വരിക? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹൈ പ്രഷറാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. പ്രഷർ എങ്ങനെയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതായത് ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് ചൂട് പിടിച്ച വായു എങ്ങോട്ട് പോവും? മേളിലേക്ക് റൈസസ് അപ്പ് ചെയ്യും. ഓക്കെ, ഈ പോർഷനിലും ചൂട് അടുത്ത സോണിലേക്ക്, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിലേക്ക് പോവും. ഇങ്ങനെ റൈസസ് അപ്പ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കൈ ഒന്ന് അടുത്ത് വെച്ച് ഊതി നോക്കിക്കേ, ഒന്ന് നമ്മൾ ഊതിക്ക്, ഒരു ഹീറ്റ് അനുഭവപ്പെടും. അകലെ വെച്ചൊന്ന് ഊതിക്ക്,
എന്ത് സംഭവിക്കും? അന്നേരം നമ്മുടെ കൈക്ക് ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് സംഭവിക്കും? ചൂട് കൂടിയ വായു ഉയരുന്തോറും തണുക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് നെക്സ്റ്റ് റീജിയൻ സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റിലേക്ക് വരുമ്പോൾ ഈ വായു നല്ലതുപോലെ തണുത്തുറയും. ഓക്കെ, അപ്പൊ വായു തണുക്കുമ്പോൾ എന്താ സംഭവിക്കുക? പ്രഷർ കൂടുകയാണോ കുറവാണോ ചെയ്യുക? ഇവിടെ ടെമ്പറേച്ചർ, വായു തണുക്കുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറവാണ് അല്ലേ? ടെമ്പറേച്ചർ കുറയുമ്പോൾ ഈ പോർഷനിൽ ടെമ്പറേച്ചർ, വായു നല്ലോണം തണുക്കുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ AP അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ ഇതിൻ്റെ റീസൺ? അപ്പോൾ അത്രയും മാത്രം ഈ മെയിൻ പോയിന്റ്സ് ഓർത്തിരുന്ന് എഴുതിയാൽ മതി. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് വരുന്ന ഉയർന്ന, അതായത് ചൂടുള്ള വായു അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? തണുത്തുറയുന്നു. അപ്പോൾ തണുക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയുകയും അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുകയും ചെയ്യുന്നു. അതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ, എന്തുകൊണ്ട് അങ്ങനെ തണുക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് റൊട്ടേഷൻ ഓഫ് എർത്ത്. എർത്തിന്റെ റൊട്ടേഷനും ഇതിനൊരു കാരണമാകുന്നുണ്ട്. ഓക്കെ, അതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി നമുക്ക് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് നോക്കാം. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഇവിടെ തന്നെ നമുക്ക് ആ ഹെഡിങ്ങിൽ തന്നെ അറിയാം, ലോ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പിടികിട്ടി അല്ലേ? ലോ ആയിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെയും ടീച്ചർ നമ്മുടെ പ്രഷർ ബെൽറ്റ് ഒന്നോടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഇക്വറ്റോറിയൽ റീജിയൻ, അതിൻ്റെ മേളിൽ വന്നിരിക്കുന്ന ഏതായിരുന്നു? സബ് ട്രോപ്പിക്കൽ ആണ്. അതിൻ്റെ മുകളിലാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഇവിടെയാണ് വരുന്നത് അല്ലേ? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഇക്വറ്റോറിയൽ ആണ്. ഇവിടെ മൂന്നാമത്തെ ലെയർ ആയിട്ടാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് വരുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചു ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് ചൂടുള്ള വായു വന്ന് ഇവിടെ എന്ത് സംഭവിച്ചു? അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ വന്ന് തണുത്തു അല്ലേ എന്ന് പറഞ്ഞു. ഈ തണുത്ത വായുവിനെ ഭൂമിയുടെ ഭ്രമണത്താൽ എന്ത് സംഭവിക്കും? ഈ തണുത്ത വായുവിനെ ത്രോണപ്പ് ചെയ്യും, മേളിലേക്ക് ത്രോണപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എന്താവും? വായു അവിടെ ഇല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവുമോ? പ്രഷർ കുറവായിരിക്കില്ലേ? അപ്പോൾ ഭൂമിയുടെ ഭ്രമണം കാരണമാണ് ആ സ്പേസിലേക്ക് വരുന്ന വായുവിനെ മേളിലേക്ക് ത്രോണപ്പ്. ഇവിടെ നോക്കുക, ഇൻ ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ, ദ എയർ ഈസ് കോൾഡർ ഹിയർ. The cold air is remain close to the earth. Air is thrown away due to the rotation of the earth. ആ സ്പേസിലിട്ട് വരുന്നത് മുകളിലേക്ക്, അതായത് ത്രോണപ്പ് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ എയർ എന്താവും? കൂൾ എയർ ആവും. കൂൾ എയർ ആവുമ്പോൾ എന്താ? ഇവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കൂൾ എയർ വരുമ്പോൾ അവിടെ എയർ ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ പ്രഷർ ലോ പ്രഷർ ബെൽറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ധ്രുവത്തിനോട് ഏറെ അടുത്തതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ്. തണുപ്പ് ഏറെയാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തതായി പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് പഠിക്കാം. നാലാമത്തെ ബെൽറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബെൽറ്റിൽ ആകെ എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്? 7 ഉണ്ട്. അതിൽ 4 എണ്ണം മാത്രം പഠിച്ചാൽ മതി, ബാക്കി 3 റിപ്പറ്റീഷൻ ആണ്. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, അവിടെ പ്രഷർ എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് വളരെ സിമ്പിൾ, നമുക്കറിയാം അല്ലേ? പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? വർഷം മുഴുവൻ വളരെ കൊടും തണുപ്പുള്ള റീജിയൻ ആണ് പോളാർ റീജിയൻ. അപ്പോൾ ഈ തണുപ്പ് വരുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും? ഹൈ, കൂടുതലായിരിക്കും അല്ലേ? ദിസ് സോൺ എക്സ്പീരിയൻസ് സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. അത് തന്നെയാണ് അതിൻ്റെ കാരണം. ആസ് എ റിസൾട്ട് ദ എയർ റിമെയിൻ ചിൽഡ് അണ്ടർ ദ എക്സ്ട്രീം കോൾഡ് ദാറ്റ് പ്രിവെയിൽ ഓവർ ദ പോൾസ്. അതായത് വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ഏത്? പോളാർ റീജിയൻ.
ഓക്കെ, ധ്രുവങ്ങളുടെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലകൾ സദാ ഉച്ചമർദ്ദത്തിലായിരിക്കും. അപ്പൊ പഠിക്കാൻ നേരത്തെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, മെയിൻ പോയിന്റ്സ് ഓർത്തിരുന്നാൽ മതി. അതായത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, പോളാർ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തേക്കുക, വർഷം മുഴുവൻ അവിടെ കൊടും തണുപ്പാണ്. തണുപ്പാവുമ്പോഴോ എന്താ സംഭവിക്കുക? അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. തണുപ്പാവുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കുറവായിരിക്കും, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അടുത്തായി നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ് എന്താന്ന് പഠിക്കാം. ഓക്കെ, അതായത് മർദ്ദമേഖലകളും കാറ്റുകളും. ഓക്കെ ആണല്ലോ? എന്താണ് ഗ്ലോബൽ വേരിയേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് വിൻഡ്. അപ്പൊ കാറ്റിന് കാരണമാവുന്നത് എന്താണ്? ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് കാറ്റുകൾക്ക് രൂപം കൊള്ളുന്നതിനുള്ള കാരണം, അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനുള്ളൊരു വേരിയേഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? കാറ്റുണ്ടാവുന്നത്. ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ സോൺ ടു ലോ പ്രഷർ സോൺ ഈസ് കോൾഡ് വിൻഡ്. അത് ഓർത്തിരിക്കുക. വിൻഡ് എപ്പോഴും ബ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലേക്കാണ് വിൻഡ് എപ്പോഴും ബ്ലോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്ലേസ് എ, അതിൻ്റെ വിൻഡിൻ്റെ പ്രഷർ വേരിയേഷൻ പറയുന്നത് ഒരു 250 മില്ലിബാർ. ദെൻ ബി, വേറൊരു പ്ലേസ് എടുക്കുക, ദറ്റ് ഈസ് 150 മില്ലിബാർ. ഇപ്പോൾ വിൻഡ് ബ്ലോ ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിച്ചു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ ഹൈ പ്രഷർ എവിടെയാ? പ്ലേസ് എയിലാണ് അല്ലേ? അപ്പോൾ എ ടു ബി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് എത്രയാ? 100 മില്ലിബാർ ആണ്. അപ്പോൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. വിൻഡ് ഓൾവേസ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ സോൺ ടു ലോ പ്രഷർ സോൺ. നെക്സ്റ്റ് നോക്കിയേ, the horizontal movement of air from high pressure zone to low pressure zone is called wind. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞത്, അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ, ന്യൂനമർദ്ദം ലോ പ്രഷർ, ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരച്ചീന ചലനമാണ്. തിരച്ചീന മീൻസ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് കാറ്റ് ഊതുന്നത്. ഈ ചലനത്തെയാണ് വാട്ട് വി കോൾ വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വിൻഡ് ആർ നെയ്മഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലോ. ഓക്കെ, കാറ്റിന് പേര് കൊടുക്കുന്നത് ഏത് ദിശയിൽ നിന്നാണ് കാറ്റ് വീശുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ കാറ്റിന് പേര് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സൗത്ത് വിൻഡ് ഈസ് ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സൗത്ത്. അതായത് തെക്കൻ കാറ്റ് എന്നാൽ തെക്ക് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? തെക്കൻ കാറ്റെന്ന് പറയുന്നത്. ഇനി നോക്കിയേ, വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സീ വിൽ ബി സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ. അതായത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് കൂടുതൽ മോയ്സ്ചർ ആയിരിക്കും, അതായത് നമ്മുടെ വാട്ടർ കണ്ടന്റ് കൂടുതൽ ഉണ്ടായിരിക്കും. വൈൽ ഇൻ ദ കേസ് ഓഫ് ദാറ്റ് മോയ്സ്ചർ കണ്ടന്റ് വിൽ ബി ലെസ് വിൻഡ് ബ്ലോയിങ് ഫ്രം ദ ഡ്രയർ റീജിയൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കും, അതായത് വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ടായിരിക്കും. എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റുകൾക്ക് നീരാവി രഹിതമായിരിക്കും, വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? സീയിൽ നിന്ന് വീശുമ്പോൾ എന്തായാലും നമുക്കറിയാം അല്ലേ, കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതൽ ഉണ്ടായിരിക്കും. വരണ്ട പ്രദേശത്ത് വീശുന്ന കാറ്റിന് എങ്ങനെയായിരിക്കും? നീരാവി കുറവായിരിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ? അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാം. എപ്പോഴും എക്സാമിന് ഒരു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. എന്താ അത്? സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത്. പ്രഷർ ഗ്രേഡിയൻറ്റ്, ഫസ്റ്റ് വൺ പ്രഷർ ഗ്രേഡിയൻറ്റ് അഥവാ മർദ്ദ ചരിവ്. അടുത്തത് കോർലോസിസ് ഫോഴ്സ് ഓർ കോർലോസിസ് പ്രഭാവം. തേർഡ് വൺ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ, പ്രഷർ
ഗ്രേഡിയൻറ്റ്. എന്താ അത്? മർദ്ദ ചരിവ്. എന്താ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ പഠിച്ചത്? എങ്ങനെയാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്? യെസ്, ഓൾവേസ് ദാറ്റ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ, അല്ലേ? ഇതിൻ്റെ ഡിഫറൻസിനെയാണ് വാട്ട് വി കോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ മുഖേന നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദിസ് വൺ ഈസ് പ്ലേസ് എ, ദിസ് വൺ ഈസ് പ്ലേസ് ബി. ഓക്കെ, ആൻഡ് എ 250 millibar പ്രഷറിൻ്റെ വിൻഡിൻ്റെ പ്രഷറാണ്. ദെൻ ബി നമുക്കൊരു 500 millibar. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ അത്? പ്രഷർ ഓൾവേസ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയ. ഇവിടെ ഹൈ പ്രഷർ ഏതാ? 500 ആണ്, 250 ആണ്? ഡെഫിനറ്റ്ലി 500 millibar. ഓക്കെ, സോ വിൻഡ് ബ്ലോസ് ഫ്രം ദിസ് റീജിയൻ ടു ബി ടു എ. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ ഡിഫറൻസ് എത്രയാ? 250. 500 മൈനസ് 250 എത്രയാ? 250 millibar. ഓക്കെ, ഈ ഡിഫറൻസിനെയാണ് വാട്ട് വി കോൾ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോട്ട് യൂണിഫോം എവരിവെയർ ഓൺ ദ സർഫസിൽ. എർത്ത് സർഫസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമോ? അല്ല, അല്ലേ? അതുപോലെ ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ്, ആ പ്രഷർ ഡിഫറൻസിനെയാണ് വാട്ട് വി കോൾ മർദ്ദ ചെരിവ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക. The change in pressure with the horizontal distance is termed as pressure gradient. അത് പഠിച്ചിരിക്കണം ആ ഡെഫിനിഷൻ. The change in pressure, നമ്മളിപ്പോൾ ചേഞ്ച് കണ്ടില്ലേ? ഹൈ പ്രഷർ ലോ പ്രഷർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ? വിത്ത് എങ്ങനെയാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്? എപ്പോഴും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്, അല്ലേ? With the horizontal distance is termed as what? Pressure gradient. നോക്കൂ, the pressure gradient is said to be steeper when the pressure difference is small. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരശ്ചീന തലത്തിൽ ഹൊറിസോണ്ടൽ വേയിലാണ് വിൻഡ് ബ്ലോ ചെയ്യുക. മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദചരിവും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. പ്രഷർ ഗ്രേഡിയൻറ്റും കൂടുതലായിരിക്കും. ഓക്കെ, അത് പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ പ്രഷർ ഗ്രേഡിയൻറ്റും കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഒരു 2 പ്ലേസ് എടുത്തിട്ടുണ്ടെങ്കിൽ 100 ആയിരിക്കും പ്രഷർ ഡിഫറൻസ്. വേറെ 2 പ്ലേസിൻ്റെയും പ്രഷർ ഡിഫറൻസ് എന്താ? 300 ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്? യെസ്, മർദ്ദചരിവ് കൂടുതൽ എവിടെയാ? പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതൽ എവിടെയാ? സെക്കൻഡ് കേസിലായിരിക്കും, അല്ലേ? ആ ഒരു പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് പഠിക്കാവുള്ളൂ. അപ്പോൾ ഒന്നോടെ പറയുന്നു, പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ പ്രഷർ ഗ്രേഡിയൻറ്റും കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്താ അത്? കോർലോസിസ് ഫോഴ്സ് ആണ്. കോർലോസിസ് ബലം. ഓക്കെ, എന്താ അത്? ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു റൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ടു ദ ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത്? This is due to the force generated as earth rotation, which is known as the Coriolis force. നോക്കിയേ, സ്വതന്ത്രമായി മൂവ് ചെയ്യുന്ന ഏതൊരു വസ്തുവും നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും അത് മൂവ് ചെയ്യുക? ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ടു റൈറ്റ്. റൈറ്റിലേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. പക്ഷേ സദേൺ ഹെമിസ്ഫിയറിൽ വരുമ്പോൾ അത് ലെഫ്റ്റിലേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. നോക്കിക്കേ, ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, റൊട്ടേഷൻ ഓഫ് എർത്ത് കാരണമാണ് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശ എങ്ങോട്ടായിരിക്കും? വലത്തോട്ടായിരിക്കും, അല്ലേ? ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശ എങ്ങോട്ടായിരിക്കും? ഇടത്തോട്ടായിരിക്കും. ഇതിന് കാരണമാവുന്ന ബലത്തെയാണ് വാട്ട് വി കോൾ കോർലോസിസ് ബലം എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഡയഗ്രാം വരച്ച് നമുക്ക് നോക്കാം. ഇത് നമുക്കറിയാം, എക്സ്ട്രീം സെൻറ്ററിൽ എന്താണ്? ഇക്വേറ്റർ ആണ്, അല്ലേ? അത് ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ, ദിസ് വൺ ഈസ് സദേൺ ഹെമിസ്ഫിയർ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് ദിശയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും? റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലേ? സദേൺ ഹെമിസ്ഫിയറിലോ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലെഫ്റ്റിലേക്ക്. ഇത്രയേ ഉള്ളൂ. കോർലോസിസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനേഷൻ കേൾക്കുമ്പോൾ ആരും ഞെട്ടണ്ട. ഒന്നോടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ബോർഡ് എക്സാം ആനുവൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്രീലി മൂവിങ് ബോഡി ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടാ?
to the right and left in the southern hemisphere. സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കായിരിക്കും. അതിന് കാരണമാവുന്നത് എന്തുകൊണ്ട്? ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത്. ഇവിടെ മലയാളം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ എന്തുകൊണ്ട്? ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോർലോസിസ് ബലം എന്ന് വിളിക്കുന്നത്. അടുത്ത് നോക്കിക്കേ. അഡ്മിറൽ ഫെറൽ ഫൗണ്ട് ദാറ്റ് the winds in the northern hemisphere deflect towards the right and those in the southern hemisphere. അതായത് ഈ കോർലോസസ് ഫോഴ്സ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? അഡ്മിറൽ ഫെറൽ ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഈ ലോയ്ക്ക് എന്തും പേരുണ്ട്? കോർലോസസ് ലോ ഓർ ഫെറൽസ് ലോ എന്നും വിളിക്കാം. മനസ്സിലായോ? അതായത് കോർലോസസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ കോർലോസസ് എന്നുണ്ട്. ഒരു കോർലോസസ്, ഒരു മിനിറ്റ് ടീച്ചർ വെട്ടി കറക്റ്റായിട്ട് എഴുതാം. കോറിയോലിസ് ബലം. ഓക്കെ. ബലത്തിൻ്റെ പ്രഭാവത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും നീങ്ങുമെന്ന് കണ്ടുപിടിച്ചതാരാ? അഡ്മിറൽ ഫെറൽ. ക്ലിയർ ആണല്ലോ? വീണ്ടും 2-3 പ്രാവശ്യം പറയുന്നത് സെയിം തിങ് തന്നെയാണ്. അത്ര ഓർത്തിരുന്നാൽ മതി. കോർലോസസ് ഫോഴ്സ് കണ്ടുപിടിച്ചതാരാ? അഡ്മിറൽ ഫെറൽ. അതുകൊണ്ട് ആ ഫോഴ്സിന് അദ്ദേഹം എന്ത് പേര് കൊടുത്തു? ഫെറൽസ് ലോ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഫെറൽസ് ലോ ചോദിച്ചാലും കോർലോസസ് ഫോഴ്സ് ചോദിച്ചാലും എന്ത് തന്നെ എഴുതണം? സെയിം സംഭവം തന്നെ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇടതുവശത്തേക്കും ചലിക്കുമെന്ന് പറഞ്ഞതാരാ? അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞനാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെ എന്തുകൂടി പറഞ്ഞു? ഫെറൽ നിയമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഏതാണ്? ഫ്രിക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫ്രിക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇങ്ങനെ ഉരസി പോകുമ്പോൾ ആ സർഫസ് ഏരിയയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ്, ഒരു റെസിസ്റ്റിംഗ് പവറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുക. നോക്കിക്കേ. സ്പീഡ് ഓഫ് വിൻഡ് വിൽ ബി ഹൈ ഓവർ ഓഷ്യൻ സർഫേസ് ആൻഡ് പ്ലെയിൻ ആസ് ദ ഫ്രിക്ഷൻ ഈസ് ലെസ്. ഓക്കെ. എങ്ങനെയായിരിക്കും ഫ്രിക്ഷൻ ഓഷ്യൻ സർഫസിൽ? ഇപ്പോൾ കടലിലൊക്കെ നമ്മൾ പോയിരിക്കാറുണ്ട്, ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ നല്ല കാറ്റ്, ത്രൂ ഔട്ട് നിങ്ങൾക്ക് കാറ്റ് കിട്ടും. എന്തുകൊണ്ടാണ്? അവിടെ സർഫസ്, അവിടെ ഒരു തടസ്സം ഉണ്ടാക്കാൻ ഒന്നുമില്ല അല്ലേ? പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്രതലമാണ്. അതുകൊണ്ട് കാറ്റ് ശക്തിയായിട്ട് വീശും. അതുപോലെ തന്നെ മരുഭൂമിയിൽ നമ്മൾ പോയാലും എന്തായിരിക്കും? അവിടെ അധികം തടസ്സപ്പെടുത്താൻ വേറൊരു ഒബ്ജക്റ്റോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല കാറ്റ് കിട്ടും അല്ലേ? പക്ഷേ നോക്കിക്കേ, സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കർഷണം കുറവായതിനാൽ കാറ്റിന് വേഗത കൂടുതലായിരിക്കും. ഇവിടെ ഫ്രിക്ഷൻ എങ്ങനെയാണ്? കുറവാണ്. അത് ഓർത്തിരുന്നോളൂ, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബീച്ചിൽ അല്ലെങ്കിൽ സീയുടെ അടുത്തൊക്കെ പോയിരിക്കുമ്പോൾ കാറ്റ് കൂടുതൽ കിട്ടുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ ഫ്രിക്ഷൻ കുറവാണ്. എന്തുകൊണ്ട് ഫ്രിക്ഷൻ കുറവായത്? അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഉരുമിയൊക്കെ പോവാൻ ഒരു തടസ്സപ്പെടുത്തുന്ന ഫോഴ്സ് അവിടെ ഇല്ല അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കുന്നത്. പിന്നെ നോക്കിയേ, ഓൺ ദ അതർ ഹാൻഡ് the friction being more along difficult terrains and places with the dense forest cover, the speed of wind will be less in those places. അതായത് ഭൂപ്രകൃതി, മരങ്ങൾ, അതായത് വലിയ കുന്നൊക്കെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? ഘർഷണം കൂടുതലായതിനാൽ കാറ്റിൻ്റെ വേഗം കുറവായിരിക്കും. അപ്പം നോക്കിക്കേ, ഈ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ നിറച്ച് മരങ്ങളായിരിക്കും അല്ലേ? മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ ഉരസി പോകുന്നതുകൊണ്ട് ആ വിൻഡിൻ്റെ, ആ കാറ്റിൻ്റെ ഫോഴ്സ് അവിടെ കുറയുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഇങ്ങനെ രണ്ട് സബ്സ്റ്റൻസ് തമ്മിൽ ഇങ്ങനെ ഒരു ഉരുമ്മലുണ്ട് അല്ലേ? എന്താ പറയുക, വലിയ വലിയ മരങ്ങളായിട്ട് അല്ലെങ്കിൽ കുന്നുകളായിട്ടൊക്കെ കാറ്റിങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കാറ്റിൻ്റെ വേഗത കുറയുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും? ഫ്രിക്ഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ രണ്ട് മെയിൻ പോയിന്റ്സ് എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കും.
അപ്പോൾ നോക്കിയ മക്കളെ, തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഏതാണെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനാണ്, ഘർഷണമാണ് അല്ലേ. ഈ ഫ്രിക്ഷൻ്റെ വ്യത്യാസം എങ്ങനെയാണ്? കടലിലോ അല്ലെങ്കിൽ മരുഭൂമിയിലോ എങ്ങനെയായിരിക്കും? ഫ്രിക്ഷൻ കുറവാണ്. ഫ്രിക്ഷൻ കുറവെന്ന് വെച്ചാൽ അവിടെ തടസ്സപ്പെടുത്താനൊന്നുമില്ല, കാറ്റിന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ബ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് അവിടെ കടൽ തീരത്ത് അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ എന്തായിരിക്കും? നല്ല കാറ്റ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ഫ്രിക്ഷണൽ അല്ലെങ്കിൽ ഘർഷണം കുറവായതുകൊണ്ടാണ്. പക്ഷേ ഫോറസ്റ്റ് ഏരിയയിൽ അല്ലെങ്കിൽ കുന്നിൻ ചെരിവിലൊക്കെ നമുക്ക് നല്ല കാറ്റ് ആസ് കമ്പയർഡ് ടു സീ കോസ്റ്റ് നമുക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ അവിടെ തടസ്സപ്പെടുത്താൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇങ്ങനെ രണ്ട് സബ്സ്റ്റൻസ് ഉരസി പോകുമ്പോൾ അവിടെ നമ്മളെ പിടിച്ച് വലിക്കും അല്ലേ, അതിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്. മർദ്ദമേഖലകളും കാറ്റുകളും. ഈ മർദ്ദമേഖലയും കാറ്റും തമ്മിൽ എന്താണ് റിലേഷൻ നോക്കാം. ഓക്കെ, the atmospheric pressure differences lead to the formation of wind. വിൻഡ് ഉണ്ടാവാൻ അല്ലെങ്കിൽ കാറ്റുണ്ടാവാൻ എന്താ കാരണം? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ഒരു ഡിഫറൻസ് ആണ്, ഒരു വ്യത്യാസമാണ് എന്തുണ്ടാവാൻ കാരണം? കാറ്റുണ്ടാവാനായിട്ട്. അതുപോലെ കാറ്റ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞത്? കാറ്റ് വീശുന്നത് എങ്ങനെയാണ്? എപ്പോഴും ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് ബ്ലോ ചെയ്യുന്നത് അല്ലേ. നോക്കിയേ, വിൻഡ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് can be generally called as planetary wind. എന്താ പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുക? ദാറ്റ് ഈസ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയിൽ വീശുന്ന കാറ്റുകളെയാണ് എന്ത് പറയുക? പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുക. നമ്മൾ പഠിച്ചു, ജസ്റ്റ് ബിഫോർ നമ്മളിപ്പോൾ പഠിച്ചു എന്താ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ ഇൻ ബിറ്റ്വീൻ മിഡിൽ എന്താ? ഇക്വറ്റോറിയൽ പ്രഷർ ബെൽറ്റ് ആണ്. ആകെ എത്ര പ്രഷർ ബെൽറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത്? 7 പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഇക്വറ്റോറിയൽ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇത് തന്നെയാണ് താഴോട്ടുള്ള 3 എണ്ണം. ടോട്ടൽ 7 പ്രഷർ ബെൽറ്റ് ഉണ്ടെങ്കിൽ എത്ര എണ്ണം നമുക്ക് പഠിച്ചാൽ മതി? 4 എണ്ണം. ബാക്കി 3ഉം സെയിം റെപ്പിറ്റേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ഈ പ്രഷർ ബെൽറ്റിന് ഇടയ്ക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇക്വറ്റോറിയൽ പ്രഷർ ബെൽറ്റിനും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിനും ഇടയ്ക്ക് വീശുന്നു. അതുപോലെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിനും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനും ഇടയ്ക്കൊക്കെ വീശുന്ന വിൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുക.